ഖത്തർ വെളിച്ചം സാന്ദ്രലയം സം മെലോഡിയസ് മൊമെന്റ്സ് വിത്ത് ഡോക്ടർ AR അനൂപ് എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗായകൻ പ്രശസ്ത പിന്നണി ഗായിക ജ്യോത്സനയോടൊപ്പം തിരുവോണ പൂങ്കുയിൽ എന്ന ആൽബത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ ഏവരുടെയും മനം കവർന്ന ഡോക്ടർ AR അനൂപാണ്. ഡോക്ടർ, സ്വാഗതം. നമസ്കാരം. ഡോക്ടർ ഏത് സ്പെഷ്യാലിറ്റിയാണ്? ഖത്തറിൽ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ഡെൻ്റൽ ഡോക്ടറാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലെ അൽവക്കാല സ്ട്രീറ്റ് 23 അൽ സുൽത്താൻ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ്. ഖത്തർ വെളിച്ചം എന്ന ഓർഗനൈസേഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കി പറയാമോ? ഖത്തർ വെളിച്ചം എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ ശരിക്കുള്ള പേര് ഖത്തർ വെളിച്ചം വെളിയങ്കോട് എന്നാണ്. അതായത് കേരളത്തിലെ പൊന്നാനിക്കടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് വെളിയങ്കോട്. അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ 10 വർഷം മുമ്പ് ഖത്തറിൽ വന്നിട്ട് തുടങ്ങി വെച്ചൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ് ഖത്തർ വെളിച്ചം. അപ്പോൾ അതിലൊരു ആക്റ്റീവ് മെമ്പറാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ ഗഫൂർ ബിൻ അലി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപാട് സ്പോൺസേഴ്സ് വരുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ചിലവുകളെല്ലാം കഴിഞ്ഞ് വരുന്ന എമൗണ്ട് നമ്മുടെ ഈ ചാരിറ്റി ഓർഗനൈസേഷനിലെ ഫണ്ടിലേക്ക് ആണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു നന്മയുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സഹായം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റിയാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. വളരെ നന്മയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗഫൂർക്കും അതുപോലെ ഖത്തർ വെളിച്ചത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കുമൊക്കെ വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. അനൂപേട്ട, ഈ മ്യൂസിക്കിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? കുഞ്ഞുനാൾ മുതലേ പഠിച്ചിട്ടുണ്ടോ? കുടുംബത്തിൽ ആരെങ്കിലും പാടുമോ? ശാസ്ത്രീയ സംഗീതം ആരാണ് പഠിപ്പിച്ചത്? ഗുരുവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. സംഗീതം പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അച്ഛൻ നന്നായിട്ട് പാടും, അനിയനും സംഗീതം കിട്ടിയിട്ടുണ്ട്. അനിയൻ കമ്പോസിങ്ങിലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് ഞാൻ വളരെ കുഞ്ഞുനാളിലെ പഠിക്കുന്നുണ്ട്. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വെഞ്ഞാറമണ്ണടുത്തുള്ള ആലിയാട് എന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ UP സ്കൂളൊക്കെ അവിടെ ആയിരുന്നു, പാറക്കൽ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മ്യൂസിക് പഠിച്ചു തുടങ്ങുന്നത്. അനൂപേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഖത്തർ വെളിച്ചം സാന്ദ്രലയം സം മെലോഡിയസ് മൊമെന്റ്സ് വിത്ത് ഡോക്ടർ AR അനൂപ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ അനൂപേട്ടൻ നമ്മൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത് കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകി സല്ലാപം എന്ന സിനിമയിലൂടെ ഗാനഗന്ധർവൻ ആലപിച്ച് ചന്ദനച്ചോലയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനം നമ്മൾക്കിപ്പോൾ ആസ്വദിക്കാം. കൂടാതെ മറ്റൊരു മനോഹരമായ ഗാനമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. വൃശ്ചികരാത്രിതൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. പൂന്തെന്നലേ നിന്നിലെ ശ്രീസുഗന്ധം എന്നോമലാളി നിന്നു നീ നൽകിയോ. പൂന്തെന്ന
നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ ഏകാകിനിയവൾ വാതിൽ തുറന്നുവോ എന്തെങ്കിലും പറഞ്ഞുവോ എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ കണ്ടെങ്കിൽ ഞാൻ എന്നിലെ മോഹമെല്ലാം മാറോടു ചേർത്തുമെല്ലോതിടും കണ്ടെങ്കിൽ ഞാൻ എന്നിലെ മോഹമെല്ലാം മാറോടു ചേർത്തുമെല്ലോതിടും ജന്മമില്ലെന്നു ഞാൻ കാതോരമായി മൊഴിഞ്ഞിടും ആലിംഗനങ്ങൾ കൊണ്ടുമീ മോടിടും ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ